കനൽ ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. ഏറ്റവും ഹൃദയപൂർവ്വമുള്ള ഓണാശംസകൾ. ഓണമാണ് അന്തരീക്ഷത്തിൽ നിറയെ. എവിടെ തിരിഞ്ഞാലും ഓണമാണ്. മനസ്സിൽ ഓണമുണ്ടോ എന്നുള്ളതാണ് പ്രധാന വിഷയം. നിരത്തിലൊക്കെ ഓണമുണ്ട്, പക്ഷെ മനസ്സിൽ ഓണമുണ്ടോ എന്നുള്ളതാണ് പ്രധാന വിഷയം. എനിക്ക് തോന്നുന്നത് നിരത്തിലെ തിരക്കൊഴിഞ്ഞാലും മനസ്സിലെ ഓണത്തിൻ്റെ നിറം മങ്ങാതിരിക്കണം. ഞാനൊക്കെ ഈ ഒരു സീനിയർ സിറ്റിസൺ എന്നുള്ള നിലയ്ക്കിപ്പോൾ മനസ്സിലെ ഓണത്തിൽ അഭിരമിക്കുന്ന ആളുകളാണ്. നമുക്ക് ആഗ്രഹങ്ങളെക്കാൾ കൂടുതൽ ഓർമ്മകളാണല്ലോ. ഒരു ജീവിതത്തിൻ്റെ ഒരു ഘട്ടം എത്തുമ്പോൾ ആഗ്രഹങ്ങളെക്കാൾ ഓർമ്മകളാണ്. ഏറെക്കുറെ ആ ഒരവസ്ഥയിലാണ് ഞാനും. ഓണത്തെപ്പറ്റിയൊക്കെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്, പഴയ ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ. ആ പഴയ ചിത്രങ്ങൾ നമ്മൾ സാധാരണ ഓണവുമായി ഈ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വരുന്ന ക്ലീഷേ ചിത്രങ്ങളല്ല. എന്ന് പറഞ്ഞാൽ അത്തപ്പൂക്കളമിടുക, തുമ്പി തുള്ളുക, ഊഞ്ഞാലാടുക തുടങ്ങിയ ചിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെല്ലാം എൻ്റെ ബാല്യകാലത്തിൽ ഇല്ലായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഞാൻ ഇരിക്കുന്ന ഈ വീടിൻ്റെ ചുറ്റും വന്ന് വലിയ പറമ്പൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ ഓണാഘോഷമൊക്കെ ഉണ്ട്. സർക്കാരിൻ്റെ ഓണാഘോഷം വരുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അന്നിവിടെ ഒരു പുളിമരത്തിൽ ഞങ്ങൾ വലിയൊരു ഊഞ്ഞാലിടും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ നാട്ടിൻപുറത്തെ പെൺകുട്ടികളൊക്കെ വന്ന് അമ്മയോടൊപ്പം, എൻ്റെ അമ്മ ഇവിടുത്തെ ഒരു മേധാശക്തിയുള്ള ഒരാളാണ്. അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് ഈ സ്ത്രീകളൊക്കെ ഉണ്ട്. അവരും അവരുടെ കൂട്ടുകാരെല്ലാവരും കൂടി വന്ന് പാട്ടും കളിയൊക്കെ ആയിട്ടിരിക്കും. അങ്ങനെയാണ് ഞാൻ ഈ ഒരുപാട് നാടൻ പാട്ടുകൾ, ഓണപ്പാട്ടുകൾ, ഓണക്കളികളൊക്കെ ഇപ്പോൾ നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്ന ഓടുന്നുണ്ട് മാണിക്യച്ചെമ്പഴുക്ക എന്നൊക്കെയുള്ള പാട്ടും, ആ പാട്ട് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, എന്താ തുമ്പി തുള്ളാത്തെ എന്നൊക്കെയുള്ള പാട്ടുകളൊക്കെ എങ്ങനെയാണ് പെർഫോം ചെയ്തൊക്കെ പെർഫോമിങ് സോങ്സ് ആണല്ലോ. കൊച്ചിക്കാരത്തി കൊച്ചുപെണ്ണെ എന്നൊക്കെയുള്ള പാട്ടുകൾ അന്നത്തെ നാട്ടിൻപുറത്തെ സ്ത്രീകൾ, അവരിൽ മിക്കവാറും എല്ലാവർക്കും ഇപ്പോൾ 75-80 വയസ്സൊക്കെ ആയി. അന്നത്തെ പെൺകുട്ടികൾ എന്ന് പറയുന്നവർക്ക് അവരിതൊക്കെ പാടുന്നത് ഞാൻ വളരെ ഉത്സാഹത്തോടു കൂടി കണ്ടു നിന്ന ഒരു ഘട്ടമുണ്ട്. പിന്നെ എനിക്ക് അപ്പോഴാണ് ഈ ഊഞ്ഞാലൊക്കെ വളരെ ഗംഭീരമായിട്ട് ഞങ്ങൾ രാത്രി ഇരുന്ന് ആടുകയും. ഇപ്പോൾ എൻ്റെ ഒരുപാട് കാൽപ്പനിക ഭാവനകളെ ഇപ്പോഴും സജീവമാക്കി നിർത്തുന്നത് ആ പുളിമരവും ആ ഊഞ്ഞാലും ഒക്കെയാണ്. കുറേ കാലത്തിന് ശേഷം ഞാൻ ആ പുളിമരം മുറിച്ചു പോയി. ഞാൻ വസ്തുവൊക്കെ ഭാഗമൊക്കെ വെച്ചപ്പോൾ അവിടെ വീട് വയ്ക്കാനായിട്ട് ആ പുളിമരം ആരോ മുറിച്ചു. എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും ആ പുളിമരം പോയിട്ടില്ല. ആ പുളിമരത്തിലൊരു ഗന്ധർവനുണ്ട് എന്നാണ് എൻ്റെ ഒരു സങ്കല്പം. വേറെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ പിന്നെ അതിനെപ്പറ്റി ഗന്ധർവനോട്, ഇപ്പോൾ പുളിമരം മുറിച്ചു പോയതിൻ്റെ ഒരു ദുഃഖം ഞാനും ആ ഗന്ധർവനോട് പങ്കിടുന്ന ഒരു കവിത ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ അഡോളസൻസിലേക്ക് കടക്കുന്ന സമയത്ത് ഈ ഗന്ധർവന് ഞാനുമായിട്ട് ഒരുപാട് ധാരണകളുണ്ട്. ഈ ഗന്ധർവൻ എവിടെയും പോകാമല്ലോ, ഏത് വീടുകളിലും പോയി കയറാം, അദൃശ്യ സാന്നിധ്യമായി പോകാം. അപ്പോൾ ഞാൻ ഈ ഗന്ധർവനോട് വിശേഷമൊക്കെ ചോദിക്കുന്നു, എവിടെയൊക്കെ ആയിരുന്നു യാത്ര. അപ്പോൾ ഒരു ഗന്ധർവൻ അവിടെ ഉണ്ട് എന്നുള്ളൊരു വിചാരത്തിലാണ് ഞാൻ ഈ സന്ധ്യയ്ക്കൊക്കെ ഊഞ്ഞാലാടുമ്പോൾ. അപ്പോൾ എൻ്റെ അമ്മ പറയും, രാത്രിയൊന്നും അങ്ങോട്ട് പോരുത് കേട്ടോ എന്ന് പറയും. അപ്പോൾ എനിക്ക് പിന്നെയും മനസ്സിലൊന്ന് ഉറക്കാം, അപ്പോൾ ശരിയാണ്, ഗന്ധർവവാസം ഉണ്ട് ഇവിടെ. പക്ഷേ ഞാൻ അന്ധവിശ്വാസം പറയുകയല്ല. പക്ഷേ ചില രാത്രികളിൽ എനിക്ക് വളരെ രൂക്ഷമായിട്ടുള്ള ചെമ്പക ഗന്ധം അവിടെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതെല്ലാം പോയതിൻ്റെ വലിയ നഷ്ടബോധം എനിക്കുണ്ട്. ഈ ഗ്രാമം തന്നെ, ഞാനിരിക്കുന്ന ഗ്രാമം തന്നെ ഒരു കാലത്ത് വളരെ നിസർഗസുന്ദരമായിട്ടുള്ളൊരു ഗ്രാമമായിരുന്നു. ഞങ്ങൾ വയലിൻ്റെ കരയിലുള്ള ഒരു പറമ്പിലാണ് ഞങ്ങളുടെ വീട്. അതിൻ്റെ താഴെ വയലാണ്. അങ്ങനെ ഈ വയലിൻ്റെ ഇരുവശവുമുള്ള കരകളിലാണ് അന്ന് ഞങ്ങൾ തിരുവനന്തപുരം ഭാഷയിൽ ഏല എന്നാണ് പറയുക. ഈ വയലേല എന്ന് പറയുന്നതിൻ്റെ ഏലായയുടെ 2 വശവും വീടുകളാണ്. ആ വീട്ടിലുള്ള എല്ലാവരെയും ഞങ്ങൾക്ക് പരസ്പരം അറിയാം. അവിടെ ആരാണ്, അവരുടെ പേരെന്താണ്, എന്താണ് ജോലി, എത്ര പേരുണ്ട്, പേരെന്ത്, ഇരട്ടപ്പേരെന്ത് തുടങ്ങി ഇവരെ പറ്റിയുള്ള കഥകൾ, ഇതൊക്കെ ഞങ്ങൾക്ക് അന്ന് ഇവിടെ ഒരു ഒരു ഫോക്ലോറാണ് ഇതൊക്കെ. അങ്ങനെ ഇരുന്നൊരു കാലം. പിന്നെ ഇതൊക്കെ പോയി, ഈ വയലൊക്കെ പിന്നെ പുരയിടങ്ങളായി, എല്ലാവരും വീട് വെച്ചു, പാടശേഖരമൊക്കെ പോയി. അവിടെ ഇപ്പം പറമ്പാണ്. ഇപ്പോൾ ഞങ്ങളുടെ വീട് തന്നെ ഒരു പറമ്പിൻ്റെ നടക്കിരിക്കുന്നവരാണ്. ഞാൻ അപ്പുറത്ത് വയലാണ് ശരിക്കും പറഞ്ഞാൽ. നീർച്ചാലൊക്കെ ഉണ്ടായിരുന്നു, ഒരു കുളമുണ്ട്. അതെല്ലാം ഇപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഭയങ്കര കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. അങ്ങനെ സങ്കടത്തിലാണ് ഞാനൊരു കവിത എഴുതിയത്, ഗ്രാമത്തിലേക്ക് മടങ്ങേണ്ട. അതൊരു കുറച്ച് കാലം എഴുതിയിട്ട് ഞാൻ എന്നോട് തന്നെ പറയുകയാണ്, നമ്മളിങ്ങനെ ഒരു നൊസ്റ്റാൾജിയയിൽ ഇവിടെ ജീവിക്കാത്തൊരു സമയത്ത് എൻ്റെ ഗ്രാമം എത്ര സുന്ദരമാണ് എന്നൊക്കെ വിചാരിക്കുന്നൊരു സമയമുണ്ട്. അത് ഞാൻ IAS ഒക്കെ കിട്ടി ഇവിടെ അധികം ജീവിക്കാതിരുന്നൊരു സമയം. ഞാൻ മറ്റ് ജില്ലകളിലൊക്കെ പോവുകയും തിരുവനന്തപുരത്ത് ജീവിതം ഇല്ലാതിരിക്കുന്ന സമയത്ത് എൻ്റെ ഗ്രാമത്തെ പറ്റി ഇങ്ങനെ ഓർക്കും, വളരെ ഗൃഹാതുരത്വത്തോടു കൂടി.
അങ്ങനെ ഒരു ദിവസം വന്നപ്പോഴാണ് ഇവിടെ ലോറി പോകുന്നു, മണ്ണിടിക്കുന്നു, വയൽ നികത്തുന്നു. പിന്നെ അപ്പോഴാണ് എൻ്റെ വളരെ ദുഃഖത്തോടു കൂടി ഗ്രാമത്തിലേക്ക് മടങ്ങേണ്ട നീ ഇനി ഗ്രാമം ഇന്നെല്ലാം മറന്നിരിക്കുന്നിടോ. ഗ്രാമം ഇപ്പോൾ ഒരു ചെളിക്കുണ്ടോ ഒക്കെ ആയി മാറി. നിൻ്റെ പഴയ ചങ്ങാതിമാരൊക്കെ ചേരാത്ത കുപ്പായം പോലാണിപ്പോൾ. പണ്ട് നല്ല കറക്റ്റ് ഫിറ്റിങ്ങാണ്, ഇപ്പോൾ ഫിറ്റിങ്ങാണ്. കാരണം നമ്മുടെ IAS ആണൊരു പ്രശ്നം. IAS കിട്ടിക്കഴിഞ്ഞാൽ പഴയ പോലെ നമ്മൾ കളിച്ചു നടന്ന കൂട്ടുകാരൊക്കെ ഇടയെന്ന് വിളിക്കില്ല. തിരുവനന്തപുരം ഭാഷയിൽ ഇടേ ജയ എന്ന് വിളിക്കാൻ അവർക്കൊരു മടി. അപ്പോൾ നമ്മൾ കൂടുതൽ സൗഹൃദം കാണിച്ചാൽ ഇതൊരു ജാട സൗഹൃദമാണെന്ന് അവർക്കും തോന്നും. അങ്ങനെയൊക്കെ ഒരുപാട് ആശങ്കകളിലൂടെ കടന്നുപോയ ഒരു സമയവുമുണ്ട്. പക്ഷേ ഓണത്തിലേക്ക് തിരിച്ചു വന്നാൽ പിന്നീട് എനിക്കൊരു 13-14 വയസ്സൊക്കെ ആകുമ്പോൾ അമ്മയുടെ ഈ സ്ത്രീകളൊക്കെ ചുറ്റും കൂടുമെങ്കിലും എനിക്കവിടെ വലിയ പ്രവേശനമില്ല. ആൺപിള്ളേർക്ക് ഇവിടെ എന്താ കാര്യം എന്ന് ചോദിച്ചു തുടങ്ങിയൊരു സമയമുണ്ട്. അപ്പോൾ ഞാൻ സീനിയറും അല്ല ജൂനിയറും അല്ല. പെൺപിള്ളേരോടൊപ്പം ഇരിക്കാനും പറ്റില്ല, എനിക്ക് കൂടെ നടക്കാൻ ആൺകുട്ടികളൊട്ട് വേറെ ഇല്ലാതാനും. അപ്പോൾ അങ്ങനെ ഒരു ഏകാന്തതയുടെ ഓണവും എനിക്കുണ്ട്. പിന്നെ ഇവിടെ അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ അന്ന് കൂടുതൽ സമയവും മദ്രാശിയിലാണ്. സിനിമകളിങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ഇറങ്ങുന്ന 60-കൾ 70-കളുടെ ആദ്യമൊക്കെ അച്ഛനിവിടെ കൂടുതൽ സമയവും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ഏകാന്തതയും ഉണ്ട്. ഒരു ആൺകുട്ടി എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഒരു ഏകാന്തതയുണ്ട്. ആ ഏകാന്തതയിൽ നിന്നാണ് പെൺകുട്ടികളോടൊപ്പം ഇരിക്കാൻ സാധിക്കുന്നുമില്ല, ചങ്ങാത്തം കൂടാൻ ആണുങ്ങളുമില്ല. അങ്ങനെ ഒരു സമയത്താണ് ഞാൻ വായനയിലേക്ക് കൂടുതലായി കടക്കുന്നത്. ഇവിടെ ഒരു വായനശാലയുണ്ട് ഞങ്ങൾക്ക്. ആ വായനശാലയിൽ നിന്ന് ഞങ്ങൾ ഓണത്തിന് കൂടുതൽ പുസ്തകം എടുക്കുകയും ഒരുപാട് വായിക്കുകയൊക്കെ ചെയ്ത കാലങ്ങളും ഈ ഓണം അവധിക്കാലം തന്നെയാണ്. എനിക്കറിയാം ഒരുപാട് പ്രധാന വായനകളൊക്കെ നടന്നത് ആ കാലത്താണ്. ഒരുപാട് നല്ല നോവലുകൾ, വലിയ നോവലുകളൊക്കെ വായിക്കാൻ തുടങ്ങുന്ന കാലം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഓണം എന്നത് വെറും ഒരു ആഘോഷത്തിൻ്റെ ഒരു ഓർമ്മ മാത്രമല്ല. എന്നെ സംബന്ധിച്ച് ഓണം എൻ്റെ ഒരു മച്യൂരിറ്റിയിലേക്ക് വരുന്നത്, വായനയിലേക്ക് പോകുന്നത്, എല്ലാവരോടും കൂട്ടുകൂടി നടന്നിട്ട് ഒരു ഏകാന്തതയിലേക്ക് ചുരുങ്ങുന്നത്, പിന്നെ പതുക്കെ ഞാൻ ഈ ഗ്രാമത്തിൽ നിന്ന് പോകുന്നത്, പഠിക്കാനായിട്ട് നാഗ്പൂർ പോയത്, പിന്നെ തിരിച്ചു വന്നപ്പോൾ ഒരു ഫിറ്റിങ് അങ്ങോട്ട് ശരിയാവുന്നില്ല. പിന്നെ IAS കിട്ടി. പിന്നെ ഞാൻ അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഞാൻ കറങ്ങിത്തിരിഞ്ഞ് കഴിഞ്ഞ വർഷമാണ് ഇവിടെ താമസമാക്കുന്നത്. 2023 ഞാൻ പിന്നെ 24 പിന്നെ തിരിച്ചിവിടെ സ്ഥിരതാമസത്തിന് വരുന്നത്. അമ്മ ഇവിടെ ഉണ്ട് എങ്കിലും ഞാൻ സ്ഥിരതാമസം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വരുമ്പോൾ ഈ ഗ്രാമമൊക്കെ മാറി. ഓണമൊക്കെ വളരെ മോഡേൺ ഓണമാണ്. എല്ലാവരും ഓൺലൈനിൽ ഓണസദ്യയൊക്കെ വരുത്തുന്ന ഓണത്തിലേക്ക് നമ്മൾ പൊരുത്തപ്പെട്ടു. ഞാൻ അതിനെപ്പറ്റിയൊന്നും ഒരു വാല്യൂ ജഡ്ജ്മെൻറ്റ് നടത്തുന്ന ആളല്ല. കാലത്തിനിങ്ങനെ മാറ്റങ്ങളൊക്കെ വരും. നമ്മുടെ മനസ്സിലെ ഓണത്തിന് മാറ്റമില്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഓണം എന്താണ്? ഈ പ്രസംഗിക്കാനൊക്കെ പോകുമ്പോൾ, ഓണം സന്ദേശം കൊടുക്കാനൊക്കെ പോകുമ്പോൾ എല്ലാവരും ഒരേ കാര്യം പറയും. അതായത് മാവേലി നാടുവാണിയുടെ കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെയാണ്, ആമോദത്തോടെ വസിക്കണം, കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. ഇത് സഹിക്കവയ്യാതെ ഞാൻ ഈ ഇടയ്ക്കൊരു കവിത എഴുതി. എള്ളോളമില്ല പൊളിവചനം എന്നാണ് മാവേലി നാട്ടിൽ. അപ്പോൾ ഞാനൊരു ചെറിയ ട്വിസ്റ്റ് കൊടുത്തിട്ടൊരു കവിത എഴുതി. എള്ളോളമല്ല പൊളിവചനം, ഇവിടെ കുന്നോളമാണ് പൊളിവചനം. ആ ഒരു രാജ്യത്താണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. എങ്കിലും നമുക്ക് ഓണം വേണം. അപ്പോൾ ഓണം വാസ്തവത്തിൽ ഈ ഒരു ക്ലീഷേ റിഡൻ ആയിട്ടുള്ള ഒരു ഓണത്തിനപ്പുറത്തേക്ക് ഓണം വേറെ എന്തൊക്കെയാണെന്ന് വാസ്തവത്തിൽ മലയാളികൾ ആലോചിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഓണം നമ്മുടെ മനസ്സിലെ പലതിൻ്റെയും പ്രതിരൂപമാണ്, പലതിൻ്റെയും പ്രാഗ്രൂപമാണ്. ഓണത്തിനകത്ത്, ഓണത്തിൻ്റെ ഈ മാവേലി കഥയിൽ ഒരു നാടുകടത്തലിൻ്റെ കഥയുണ്ട്. എല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന നീതിമാനായ ഒരു ചക്രവർത്തിയെ നാടുകടത്തുകയാണ്. പിന്നീട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നമ്മളിവിടെ നാടുകടത്തിയപ്പോൾ അതിപ്പോഴും നമ്മുടെ മനസാക്ഷിയിൽ ഇങ്ങനെ കിടക്കുന്നതും നമ്മുടെ ഉപബോധ മനസ്സിൽ അത് കൂടെ തികട്ടി വരുന്നതിൻ്റെ കാരണം നമ്മൾ അത്തരത്തിലുള്ളൊരു നാടുകടത്തലിൽ നീതിപൂർവം ജേർണലിസം അല്ലെ പത്രപ്രവർത്തനം നടത്തിയിരുന്ന ഒരു പത്രപ്രവർത്തകനെ നാടുകടത്തിയതിൽ നമ്മളൊരു മാവേലിയുടെ എക്സൈലിൻ്റെ ഒരു ചെറിയ ഒരു ഒരു ആർക്കിടൈപ്പ് കണ്ടിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. എന്തിന്? ആദ്യത്തെ EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ടതിലും ഒരു നല്ല മാവേലിക്കാലത്തിൻ്റെ അല്ലെങ്കിൽ മാവേലിക്കാലം ആകുമായിരുന്ന ഒരു ഭരണത്തെ വലിയ ശക്തികൾ വന്നിട്ട് അട്ടിമറിച്ചതിൻ്റെ ഒരു അനുരണനം മലയാളി കാണുന്നുണ്ടത്. അധികാര കൊണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഭരണകൂടങ്ങൾ അട്ടിമറിക്കപ്പെടും എന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ഭയം മലയാളിയുടെ മനസ്സിലുണ്ട്. അത് ഓണത്തിൽ നിന്ന് വന്നതാണ്. മറ്റൊരു സംസ്ഥാനത്തും ഒരു ബലിയുടെ കഥ, ത്യാഗത്തിൻ്റെ കഥ,
അതാണ് രണ്ടാമത്തെ ഡയമെൻഷൻ. നാടുകടത്തലിൻ്റെ കഥയാണ് ഓണമെന്ന് പറയുന്നത് പോലെ തന്നെ ഇതൊരു ത്യാഗത്തിൻ്റെ കഥയാണ്. ബലിത്തമ്പുരാൻ മലയാളിക്ക് പ്രിയങ്കരനായത് ഒരു ധാരാളിത്തം കൊണ്ടോ അദ്ദേഹത്തിൻ്റെ പ്രതാപം കൊണ്ടോ അല്ല, മാവേലിയുടെ നീതിബോധം കൊണ്ടാണ് മാവേലി മലയാളിക്ക് പ്രിയങ്കരനായത്. അപ്പോൾ മാവേലിയുടെ കൊട്ടാരത്തിൽ എത്ര നിലയുണ്ടായിരുന്നെന്നോ അവിടെ എന്തെല്ലാം സമ്പത്തുണ്ടായിരുന്നുവെന്നും ഒരു പാട്ടിൽ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ മാവേലിയുടെ ഏറ്റവും വലിയ ധനമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രജകളുടെ തൃപ്തിയും സന്തോഷവും അന്ന് നടമാടിയിരുന്ന ഒരു നീതിബോധവുമാണ് നമുക്ക് മാവേലിയോട് ഇത്ര പ്രേമം വരാൻ കാരണം. ഓരോ ഭരണകൂടത്തിൽ നിന്നും മലയാളി പ്രതീക്ഷിക്കുന്നത് ആ നീതിബോധമാണ്. അതുകൊണ്ടാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഈ വയലാറിൻ്റെ ഗാനമുണ്ടല്ലോ, മാനവധർമ്മം വിളംബരം ചെയ്യുന്ന മാവേലി നാടിൻ മധുര ശബ്ദങ്ങളെ. അവിടെ മാനവധർമ്മമാണ്. ഈ മാനവധർമ്മമാണ് നമ്മൾ എല്ലാ ഭരണകൂടങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. മലയാളിയെ അത്തരത്തിലൊരു രാഷ്ട്രീയ നീതിബോധത്തിന് വശംവദനാക്കിയത്, അർഹനാക്കിയത് ഈ ഒരു പുരാതന കഥ തന്നെയാണ്. ഞാൻ പറയുന്നത് സാധാരണ ഇതിൽ നമ്മൾ ഇത്രത്തോളം മാവേലി പാട്ടിനെയോ മാവേലി കഥയോ നമ്മൾ അപഗ്രഥിക്കാറില്ല എന്നെനിക്ക് തോന്നുന്നു. വളരെ ഉപരിപ്ലവമായി മാവേലി നാട് വാണിയെടുക്കല, നമ്മുടെ സംഗതികളൊക്കെ ഗംഭീരമായിരുന്നു. അതല്ല, ഇതിനകത്തൊരു പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ ഒരു കഥയുണ്ട്, ഒരു എക്സൈലിൻ്റെ കഥയുണ്ട്. അങ്ങനെ ഒരുപാട് ഇഴകൾ ചേർന്നതാണ് ഈ മലയാളി മനസ്സിൻ്റെ മാവേലി സങ്കല്പം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇപ്പോൾ വെറും ഷോപ്പിംഗ് ഫെസ്റ്റിവലായി ഇത് മാറി എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല. കാലോചിതമായ മാറ്റങ്ങൾ വരാതിരിക്കില്ല. എങ്കിലും മാറാത്ത ഒരു ഓണം മലയാളിയുടെ മനസ്സിലുണ്ട്. അത് നീതിബോധത്തിൽ അധിഷ്ഠിതമാണ്. നമ്മുടെ ഭരണഘടനയിലുമുണ്ട് ആ സാമൂഹ്യ നീതി, ജസ്റ്റിസ്, സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ എന്നൊക്കെ പറയുന്നില്ല. അത് ഈ ഒരു നീതിബോധം മലയാളിക്ക് വലിയ നീതിബോധമുണ്ട്. ഒരർത്ഥത്തിൽ നമ്മൾ അനീതിയോട് അങ്ങനെ അങ്ങ് പൊരുത്തപ്പെടാറില്ല. അത് പെരുകി വരുന്നുണ്ട് അനീതി, എങ്കിൽ പോലും അനീതിയോട് അങ്ങനെ പൊരുത്തപ്പെടുന്ന ഒരു മനസ്സ് മലയാളിക്കില്ല. കാരണം നമ്മൾ നീതിബോധം ഒരു അവകാശമായി ഈ മാവേലി പാട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓണം എന്നത് ഇത്തരത്തിലുള്ള നന്മകളുടെ വീണ്ടെടുപ്പാണ്. ഒരു ഡയമെൻഷൻ കൂടി ഈ ഓണസങ്കല്പത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് പാരിസ്ഥിതികമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. നമ്മളിപ്പം പാരിസ്ഥിതികമായ സങ്കല്പവും മനുഷ്യൻ്റെ ലാളിത്യത്തിൻ്റെ ഒരു സങ്കല്പവും. മലയാളിക്കൊരു ലാളിത്യബോധമുണ്ട്. എൻ്റെ ലളിത ജീവിതം എന്നുള്ള പുസ്തകത്തിൻ്റെ പ്രചോദനം തന്നെ മലയാളിയുടെ ഒരു സഹജമായൊരു ലാളിത്യബോധമാണ്. പൊന്ന് വയ്ക്കേണ്ടടുത്ത് പൂ വച്ചാൽ മതി എന്ന് പറയുന്ന ഒരു ലാളിത്യം മലയാളിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മൾ കണിക്കൊന്നയുടെ ഇതെടുത്തിട്ട് വിഷുവിന് കണി വയ്ക്കുന്നത് എന്താണ്? അത് സുവർണ സമൃദ്ധിയാണത്. സ്വർണത്തിൽ മുക്കിയെടുത്തതുപോലെ വരുന്ന ഈ കണിക്കൊന്നയുടെ കൂമ്പ് അല്ലെങ്കിൽ ആ പൂവ്, അത് സ്വർണ്ണമാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം. അത് പൊന്ന് വയ്ക്കേണ്ടടുത്ത് പൂവ് വച്ചാൽ മതി എന്ന് പറയുന്ന മലയാളിയുടെ ഒരു ലാളിത്യം, അതും ഈ പൂക്കളം കൊണ്ട് ഒരു ചക്രവർത്തിക്ക് സിംഹാസനം ഒരുക്കാമെന്ന് വിചാരിക്കുന്ന മലയാളിയുടെ മനസ്സിൽ പൊന്നിന് പകരം പൊന്നിനോളം വിലപ്പെട്ടത് പൂവ് തന്നെ എന്ന് വിചാരിക്കുന്ന ഒരു സൗന്ദര്യബോധവുമുണ്ട് എന്ന് വിചാരിക്കുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് ഈ ഇടയ്ക്ക് ഒരു മാസിക എന്നെക്കൊണ്ടൊരു ലേഖനം എഴുതിച്ചു. എന്നെക്കൊണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ, കാരണം എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു വിഷയമായിരുന്നു. അത് മഹാബലിയുടെ ഭാര്യയെക്കുറിച്ചാണ്. മഹാബലിക്ക് ഭാര്യ ഉണ്ടായിരുന്നിരിക്കണം എന്നുള്ളതല്ലാതെ നമുക്ക് പരിചയമില്ല. അപ്പോൾ വിന്ധ്യാവലി എന്നാണ് മഹാബലിയുടെ ഭാര്യയുടെ പേരത്രേ. നോക്കുമ്പോൾ ഉണ്ട്, പുരാണത്തിലൊക്കെ ഉണ്ട്. വിന്ധ്യാവലിയെപ്പറ്റി വളരെ ഉപരിപ്ലവമായിട്ടുള്ള പരാമർശമേ ഉള്ളൂ. അപ്പോൾ വിന്ധ്യാവലിയെപ്പറ്റി ലേഖനം എഴുതണം, എന്തെഴുതണം? അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ഭാരതീയമായ മനസ്സിന് ഉള്ള ഒരു സ്ത്രീ സങ്കല്പമുണ്ട് അതിനകത്ത്. അത് ഇപ്പോഴത്തെ ആധുനിക സ്ത്രീ സങ്കല്പവുമായിട്ട് പൊരുത്തപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ഭാര്യമാരും ഭാരതീയ ഇതിഹാസങ്ങളിലെ ഒരു ഭാര്യമാരും അവരായിട്ടൊരു ദുരന്തവും വരുത്തി വച്ചിട്ടില്ല. പാണ്ഡവർക്ക് സംഭവിച്ച ദുരന്തമായാലും ശരി, നളന് പറ്റിയ ദുരന്തമായാലും ശരി, ഒക്കെ തന്നെ ഈ പുരുഷന്മാർ വരുത്തി വെച്ച ദുരന്തമാണ്. ശ്രീരാമന് കാട്ടിപ്പോകേണ്ടി വന്നതും സീത എന്തെങ്കിലും ചെയ്തിട്ടല്ല, അത് ദശരഥൻ്റെ ഒരു ദൗർബല്യം കൊണ്ട് പറ്റിയതാണ്. പക്ഷേ സ്ത്രീകൾ എല്ലാ സന്ദർഭത്തിലും പുരുഷൻ്റെ പിന്നിൽ ശക്തിയോടുകൂടി നിൽക്കുകയും ആ വിധി ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു ഭാരതീയ സ്ത്രീത്വമുണ്ട്. ശ്രീരാമൻ കാട്ടിപ്പോകുമ്പോൾ ആരും പറഞ്ഞില്ല സീതയോട് പോകാൻ, ശ്രീരാമനോട് മാത്രമേ പോകാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ എന്നാര്യപുത്രൻ വനത്തിന് പോയാൽ പിന്നെ പുരിവാസം എന്തിനു വേണ്ടി എന്ന് ചോദിക്കുന്ന ഒരു ഭാരതീയ സ്ത്രീ മനസ്സ് ഉണ്ട്. അതിൽ സ്ത്രീ അഭിമാനം കൊണ്ടിരുന്നു. വിന്ധ്യാവലിയെ സംബന്ധിച്ചിടത്തോളവും അവരൊരു തെറ്റും ചെയ്തതല്ല കേട്ടോ, സുഖമായിട്ട് ചക്രവർത്തിനിയായിട്ട് ജീവിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ മഹാബലി പോയിട്ട് 3
പിന്നെ ചോട് ഭൂമി തരാമെന്ന് പറയുകയും ആ ചതിയിൽപ്പെടുകയും അങ്ങനെ നാട് കടത്തപ്പെടുകയും ചെയ്തു. വിന്ധ്യാവലി തീർച്ചയായിട്ടും പിന്നെ സുഖമായി ജീവിച്ചിരുന്ന വിന്ധ്യാവലി മഹാബലിയോടൊപ്പം പാതാളത്തിലേക്ക് പോയിട്ടുണ്ടാകും. ഫോർ നോ ഫോൾട്ട് ഓഫ് ഹേഴ്സ്, അവരുടേതല്ലാത്ത ഒരു കുറ്റം കൊണ്ടുമല്ല. പക്ഷേ പാതാളവാസം സ്വയം ഏറ്റെടുക്കുന്ന വിന്ധ്യാവലിയിൽ ഭാരതീയ സ്ത്രീയുടെ സഹനത്തിൻ്റെ പിന്നെ ഭർത്താവിനെ അനുധാവനം ചെയ്യുന്ന ഒരു ത്യാഗത്തിൻ്റെ ഒരു കഥയുണ്ട്. ഒരു പക്ഷേ മഹാബലിയേക്കാളും വലിയ ബലി സാക്രിഫൈസ് ചെയ്തത് മഹാബലിയേക്കാളും വലിയ മഹാബലി വാസ്തവത്തിൽ വിന്ധ്യാവലിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ മാവേലിപ്പാട്ടും ഓണം എന്നൊക്കെ പറയുന്നത് അഗാധമായ വേരുകളുള്ള ഒരു വലിയ വടവൃക്ഷമാണ് എന്നെനിക്ക് തോന്നുന്നു. വിശ്വാസത്തിൻ്റെ ആചാരത്തിൻ്റെ ഒക്കെ ഒരു മാനസികമായ വലിയ വേരുകളുള്ള ഒരു വടവൃക്ഷമാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഓണം. ആ അർത്ഥത്തിൽ നിന്നൊരു പക്ഷേ ആരും ഇതിനെ ഓർക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിതൊക്കെ ഓർക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ ഡിസ്കൗണ്ടിൻ്റെ കാര്യമാണ്, ലോകമാണ്, പിന്നെ ഓണം ബമ്പറിൻ്റെ ലോകമാണ്. അതൊക്കെ നടന്നോട്ടെ, അതൊക്കെ ഒരു കാലഘട്ടത്തിൽ ഓരോ തരത്തിലുള്ള നമുക്ക് പ്രലോഭനങ്ങളുണ്ടാവും. പക്ഷേ ആ പ്രലോഭനങ്ങളിലൊക്കെ വീഴുമ്പോഴും ആത്യന്തികമായി ഓണം മലയാളിയെ നിർവചിക്കുന്ന ഒരു വലിയ വളരെ പ്രധാനപ്പെട്ട ഒരു ധാർമ്മിക സാംസ്കാരികമായിട്ടുള്ള ഒരു പരിതോവസ്ഥയുടെ ഏറ്റവും നല്ല ഒരു 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 സിമ്പലാണ്, മെറ്റഫറാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഓണം ഇല്ലായിരുന്നുവെങ്കിൽ മലയാളി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു മലയാളിയാകുമായിരുന്നില്ല. മറ്റേതൊരു സംസ്ഥാനത്തെയും പോലെ അതൊക്കെ എങ്ങനെ നടക്കും എന്ന് വിചാരിക്കുന്ന മനുഷ്യരാകുമായിരുന്നു നമ്മളിപ്പോൾ അങ്ങനെ ഒന്നിനോട് അങ്ങനെ പ്രതികരിക്കാതിരിക്കുന്നില്ലല്ലോ. പ്രതികരണശേഷിയുള്ളവരായി, ധർമ്മബോധമുള്ളവരായി നമ്മൾ വളർന്നതിൻ്റെ പിന്നിൽ, ഒരു നീതിബോധമുള്ളവരായി നമ്മൾ വളർന്നതിൻ്റെ പിന്നിൽ ഓണത്തിൻ്റെ ദീർഘകാലമായിട്ടുള്ള തായ്വേരുകളുണ്ട് എന്നെനിക്ക് തോന്നുന്നു. മലയാളികൾ വീണ്ടും ഒരിക്കൽ കൂടി ഓണം ആഘോഷിക്കുമ്പോൾ നമുക്ക് ഓർമ്മകളിലേക്ക് പോകാനും ഓർമ്മകൾക്കൊപ്പം നമ്മുടെ ഭാവി സ്വപ്നങ്ങളിലേക്ക് പോകാനും എല്ലാം കാലം കനിഞ്ഞു തന്ന ഈ തിരുവോണ നാളുകൾക്ക്, ഓണനാളുകൾക്ക് ഒരിക്കൽ കൂടി നമുക്കെല്ലാം ഹൃദയം കൊണ്ട് നന്ദി പറയാം. ഈ ആഘോഷങ്ങളെ നമ്മുടെ ഹൃദയത്തിലേറ്റി നമ്മുടെ ഓർമ്മകളുടെ വലിയ ഭണ്ഡാരത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം എന്ന് മാത്രം പറയുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.